നമസ്കാരം. 2026 നിയമസഭാ ഇലക്ഷൻ വിജയിച്ചതിന് ശേഷവും കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഭരണത്തിലേറി ഏകദേശം 3 മാസം കഴിയുന്നു. പക്ഷേ ഇതുവരെ പല ബോർഡിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ ചെയർമാൻമാരെ പ്രഖ്യാപിക്കുന്നതിൽ ഇപ്പോഴും മുമ്പുണ്ടായിരുന്ന LDF സർക്കാരിൻ്റെ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ CPMൻ്റെയോ CPIയുടെയോ നേതാക്കന്മാരാണ് ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുന്നത് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിലുള്ള അസംതൃപ്തി പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. സർക്കാർ അധികാരത്തിലേറി 3 മാസം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാനാകാത്തതാണ് ഇതിന് വലിയ തരത്തിലുള്ള ഒരു കാരണമായി മാറുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നിലപാട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൃത്യമായ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തർക്കങ്ങളുടെ പേരിൽ ചെയർമാൻമാരുടെ പ്രഖ്യാപനം നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്നുള്ള കൃത്യമായ നിലപാട് VD സതീശൻ എടുത്തു കഴിഞ്ഞു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെ കൃത്യമായ നിലപാട്. അദ്ദേഹം അത് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലും അതുപോലെ തന്നെ മുന്നണിക്കുള്ളിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിലും എല്ലാവരുമായി സമവായത്തിൽ എത്തേണ്ടതുണ്ട്. ഇതാണ് UDFൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ഒരുപാട് പാർട്ടികൾ, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, RSP, ഇങ്ങനെ പലതരത്തിലുള്ള പാർട്ടികൾ കൂടിയ ഒരു UDF മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളെയും സമവായത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് നീക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഓണത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം ഇനി ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, 3 മാസമായി, ഭരണത്തിലേറി 1 മാസം കഴിഞ്ഞപ്പോഴേ ഇതെല്ലാം തീരുമാനിക്കുമെന്ന് പറഞ്ഞായിരുന്നു. 2-ാം മാസം കഴിഞ്ഞു, 3-ാം മാസം കഴിയാനാവുന്നു. അപ്പം ഇത്തരത്തിലായിട്ടും ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഓണത്തിന് ശേഷമാണ് കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാവുക എന്ന് പറയുമ്പോഴും അത് എത്തരത്തിൽ നടക്കുന്ന ഒരു കാര്യമാകും എന്നുള്ളത് വലിയ തരത്തിൽ സംശയം ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല, പല പ്രധാന നേതാക്കന്മാരുടെ ലക്ഷ്യം, പല മുതിർന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് PJ ജോസഫ്, അതുപോലെ തന്നെ MK മുനീർ, നമുക്കറിയാം PJ ജോസഫ് സാറൊക്കെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് മാത്രമല്ല, കേരള ലീഗിൻ്റെ IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ UDFനുള്ളിലെ ഏറ്റവും വലിയ പ്രബലമായ രണ്ടാമത്തെ പാർട്ടിയായ ലീഗിൻ്റെ നേതാവായ MK മുനീർ, അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്നുള്ള തരത്തിലൂടെ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും ലീഗിലെ പല നേതാക്കന്മാരും അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇലക്ഷനിലോട്ട് ഇറങ്ങണ്ട എന്നുള്ള രീതിയിലോട്ട് വരികയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇദ്ദേഹവും MK മുനീറും ഇപ്പം ക്യാബിനറ്റ് റാങ്കുള്ള പദവികൾ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയിൽ വേണമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം അതിലോട്ട് മത്സരിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ലീഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹം ഇത്തരത്തിലുള്ള കേരള കോൺഗ്രസ് ജോസഫിൻ്റെ നേതാക്കന്മാരും ലീഗിൻ്റെ നേതാക്കന്മാരും ഇത്തരത്തിൽ രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത്. മാത്രമല്ല, ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനം VM സുധീരന് ഈ പദവി നൽകുമെന്ന് കോൺഗ്രസ് മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലായി സൂചന നൽകിയിരുന്നു. പക്ഷേ അദ്ദേഹം ഇത് വേണ്ട എന്നുള്ള സാധനം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും തനിക്ക് വേണ്ട എന്നുള്ളത് VM സുധീരൻ പരസ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുന്നണിക്കുള്ളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയപ്പെടുന്നത് അത് VM സുധീരൻ വേണ്ട എന്ന് പറഞ്ഞ ആ പദവിയുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെ MK മുനീറും അതുപോലെ തന്നെ മറ്റ് പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് PJ ജോസഫ് സാർ അടക്കമുള്ള പല നേതാക്കന്മാരും ഈ സ്ഥാനം ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇതുകൂടാണ്ട് മാണി C കാപ്പനും വലിയ തരത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിസ്ഥാനം ലഭിക്കാത്ത മാണി C കാപ്പനും ക്യാബിനറ്റ് പദവി റാങ്കുള്ള ഒരു പദവി അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ആഗ്രഹമുണ്ട്. കാരണം നമുക്കറിയാം, അദ്ദേഹത്തിന് നിലവിൽ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനമൊന്നും കിട്ടിയിട്ടില്ല. അടിസ്ഥാനത്തിൽ 2.5 വർഷത്തിന് ശേഷം പരിഗണിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് UDF കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എത്രത്തോളം നടക്കുന്ന കാര്യമാകും എന്നറിയില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒറ്റയ്ക്ക് 63 MLA സ്ഥിതിക്ക് ഇനി ഘടകകക്ഷികളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലാത്ത സ്ഥിതിക്ക് കോൺഗ്രസ് ഈ വിഷയത്തെ എത്തരത്തിൽ കേൾക്കും എന്നുള്ള വലിയ ചോദ്യം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തെ നോർക്ക വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് മന്ത്രിസ്ഥാനം ലഭിക്കില്ലേ എന്ന വലിയ ആശങ്കയും മാണി C കാപ്പനുണ്ട്. അതുകൊണ്ട് തന്നെ UDF കൊടുക്കുന്ന നോർക്ക അദ്ദേഹം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം ഇപ്പോൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാണ്ട് ഏറ്റവും വലിയ ഒന്ന് PV അൻവറിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യം CPM LDFുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർട്ടി വിട്ടുപോരും. പിണറായി വിജയനെതിരെയും MR അജിത് കുമാറിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു. മാത്രമല്ല, നിലമ്പൂരിൽ ബൈ ഇലക്ഷനിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കുന്നു, 20,000-ഓളം വോട്ട് പിടിക്കുന്നു. പിന്നീട് ഒരു പാർട്ടി രൂപീകരിക്കുന്നു, DMK എന്ന പാർട്ടി രൂപീകരിക്കുന്നു. പിന്നീട് ആ DMK എന്ന് പറയുന്നത് വെറും ഒരു സോഷ്യൽ സർവീസ് മാത്രം ചെയ്യുന്ന ഒരു സംഘടന മാത്രമായി അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഇതുകൂടാണ്ട് പിന്നീട് തൃണമൂൽ കോൺഗ്രസിലോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായി മാറുന്നു. പിന്നീട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസും വിടുന്നു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിക്കൊണ്ട്
മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരത്തിനിറങ്ങി. അതിൽ റിയാസിനെ ഒന്ന് പിടിച്ചു കുലുക്കാനായെങ്കിലും PB അൻവറിന് വിജയിക്കാനായില്ല. അതുകൊണ്ട് തന്നെ തോറ്റ സ്ഥിതിക്ക് അൻവറിനെയും എങ്ങനെയെങ്കിലും UDFനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു കടമ്പ കൂടി UDFന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ ഇനി എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ PB അൻവറിൻ്റെ പേരും നോർക്കയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നോർക്കക്കുള്ളിൽ 2 തരത്തിലുള്ള പേരുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. മാത്രമല്ല, പദവി വിഭജനത്തിലെ വെല്ലുവിളികൾ വലിയ തരത്തിലുള്ള പ്രശ്നമാണ് ഇപ്പം UDFനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ ഭരിക്കുന്ന വകുപ്പുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങൾ അവർക്ക് തന്നെ നൽകുക എന്നതാണ് പതിവ് UDFൻ്റെ ശൈലി. പക്ഷേ അത് വിഭജിക്കുന്നതിലെ തർക്കങ്ങൾ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയിലോട്ട് പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് എക്കാലത്തുമുള്ളതാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയ പോഷക സംഘടനകളിലെ ഭാരവാഹികൾക്കും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറാൻ കഴിയാത്തവർക്കും അർഹമായ പ്രാതിനിധ്യം നൽകുക എന്നുള്ള വലിയൊരു കടമ്പ കൂടിയും UDFന് മുമ്പിലുണ്ട്. ഇതൊന്നും കൂടാണ്ട് മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ, സീറ്റ് ലഭിക്കാത്ത ഘടകകക്ഷികൾക്കായി നേതാക്കൾക്കും മന്ത്രിസ്ഥാനം ലഭിക്കാത്തവർക്കും പ്രധാന പദവികൾ നൽകി അവരെയും കൂടെ കൂട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ദേവരാജൻ അതുപോലെ അടക്കമുള്ള അവർക്ക് ഡൽഹിയിലെ പ്രത്യേക പദവി വേണം എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ പലതരത്തിലുള്ള പാർട്ടികളും അതുപോലെ തന്നെ മന്ത്രിസ്ഥാനം കിട്ടാത്ത നേതാക്കന്മാരും അതുപോലെ തന്നെ മത്സരിക്കാൻ പറ്റാത്ത നേതാക്കന്മാരും ക്യാബിനറ്റ് പദവി കിട്ടാത്ത ആൾക്കാരും ഗ്രൂപ്പുകാരും അതുപോലെ തന്നെ മുന്നണിയിലെ മറ്റ് പാർട്ടിക്കാരും എല്ലാവരും രംഗത്തെത്തി എന്നുള്ളതാണ്. ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ മുൻതൂക്കം തന്നെയാണ്. വൻ ഭൂരിപക്ഷത്തോടെ ഏകദേശം 63 സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിജയിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അധികാരത്തിൽ VD സതീശൻ സർക്കാരിനെത്താൻ പറ്റിയതോടെ ഘടകകക്ഷികളുടെ അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നൊരു അനുകൂല സാഹചര്യം നിലവിൽ കോൺഗ്രസിനുണ്ട്. എങ്കിലും UDFലെ തർക്കങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോവുക എന്നത് വലിയ തരത്തിലുള്ള വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസിന്, പ്രത്യേകിച്ച് UDFലെ മറ്റ് പാർട്ടികൾക്കും. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാകും അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഓണത്തിന് ശേഷം ഈ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാര്യങ്ങളോട് പോകും എന്നറിയപ്പെടുന്നു. 3 മാസം കഴിഞ്ഞിട്ടും ഒന്നും തീരുമാനമായില്ല, എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള തരത്തിലോട് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് ഇനി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട പല പാർട്ടികളും ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും നീങ്ങുക എന്നുള്ളതും. പല ബോർഡ് കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനത്തും നോർക്ക പോലെയുള്ള സംഘടനകളുടെ ഉന്നത സ്ഥലത്തും ആരൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവി കിട്ടുന്ന പല പദവികളും അവർക്ക് നിന്നും മാറിപ്പോകുമോ എന്നുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങളും മുമ്പിൽ കിടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും UDFും എത്തരത്തിലുള്ള നിലപാടെടുക്കും എന്നുള്ളത്.